ഗുഡ് മോർണിംഗ്. പുലർക്കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. അത്ഭുതമായ കാഴ്ചകളുമായി ബിജുക്കുട്ടൻ നായകനാകുന്ന കള്ളന്മാരുടെ വീട് എന്ന ചലച്ചിത്രത്തിന്റെ അണിയറ ശില്പികൾ നമ്മോടൊപ്പം പുലർക്കാഴ്ചയിൽ പങ്കുചേരുന്നു. പുലർക്കാഴ്ചയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന ക്യാരക്ടർ എന്നുള്ളതൊന്നും നിശ്ചയിച്ചിരുന്നില്ല. ശരിക്ക് ഒരു പോലീസ് വേഷം ചെയ്യാനായിരുന്നു ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീടാണ് ഞാൻ ബിജുക്കുട്ടനോടൊപ്പം ഈ ആറ് കള്ളന്മാരാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്. ആ 6 കള്ളന്മാരിലായിട്ട് ഒരാളായിട്ട് പിന്നീടാണ് സെലക്ട് ചെയ്യുന്നതും ആ വേഷം ചെയ്യണതും. ഇതൊരു സിനിമ മോഹികളായൊരു 6 ചെറുപ്പക്കാർ അതിനുവേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവബഹുലമായ കുറച്ച് കാര്യങ്ങളും, അതുപോലെ ഒരു ഫിക്ഷൻ കോമഡി, ഒരു കൊച്ചു കുട്ടികൾക്ക് വരെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രാഫിക്സും CG ഒക്കെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷം കുട്ടികളെയും കൂടി തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്ന ഒരു നല്ല സിനിമയായിരിക്കും ഇത്. അതിൻ്റെ എന്താ വെച്ചാൽ അതിൻ്റെ പ്രധാന ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സസ്പെൻസ് പോകും. നല്ലൊരു സസ്പെൻസ്, അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുപോകുന്ന സിനിമയാണ്. എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. അതിന് കുട്ടികൾക്കും കൂടി തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ മൊത്തം ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും എല്ലാ ആളുകൾക്കും. ഇത് തർക്കമില്ല. ലൊക്കേഷൻ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. കാരണം ഞാൻ കവിയാണ്, നിരവധി ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ഹിറ്റ് ആൽബങ്ങളാണ്. പക്ഷേ ഇങ്ങനൊരു സിനിമ എന്നുള്ളൊരു ക്യാമറയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത്രയും നമ്മളൊക്കെ ടി വിയിലും സിനിമയിലും മാത്രം കണ്ട ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ കഴിയാന്നൊക്കെ ഉള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. കാരണം നമുക്കും ഈ വലിയൊരു ക്യാമറയുടെ മുമ്പിൽ നമ്മളതുവരെ പോയി നിന്നൊരു പരിചയമൊന്നുമില്ല. പക്ഷേ എല്ലാവരും നന്നായിട്ട് സഹകരിച്ച് നമുക്ക് ഉള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ കാണിച്ച് തന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരിത്. അതിന് ലൊക്കേഷനിലെ ഈ ആർട്ടിസ്റ്റുകളുടെ സഹകരണം കൂടി നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നായിക പ്രാധാന്യം ഇല്ല. കാരണം ഈ കഥയ്ക്ക് അങ്ങനെ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം മാറ്റിവെച്ചൊരു ഇതാണത്. കാരണം ഇതിൽ ഈ 6 നായകന്മാരെ കേന്ദ്രീകരിച്ചു, പിന്നെ അതിൻ്റെ അപ്പുറത്തും കുറച്ച് കള്ളന്മാർ വരുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റോറിക്ക് ഒരു നായികയെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി അല്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു നായിക പ്രാധാന്യം ഇല്ലാത്ത ഒരു സിനിമയായി മാറിയതാണത്. കവിത ഞാൻ ചെറുപ്പം മുതൽ എഴുത്തുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതമാണ് അധികം കവിതയായിട്ട് മാറിയിട്ടുള്ളത്. അമ്മ, അനാഥൻ, യാത്ര, പറയാതെ പോയ പ്രണയം ഒക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കവിതകൾ. അതിലേറ്റവും ആദ്യം വൈറലാവണ കവിത അമ്മ എന്നുള്ളൊരു കവിതയാണ് വൈറലാവണത്. സുധീഷ് അമ്പശ്ശേരി കവിതകൾ പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. പിന്നീട് അനാഥൻ എന്ന് പറഞ്ഞാൽ അതും എൻ്റെ ജീവിതമാണ്. ഞാൻ അമ്മയും അച്ഛനൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേദനകളിൽ നിന്നുണ്ടായ ഒരു കവിതയും അതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് ഞാൻ തന്നെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള ആൽബത്തിൽ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഒരു വേദനയോട് കൂടി ഒരു രാത്രി എഴുതിയൊരു സാധനമായിരുന്നു അത് പെട്ടെന്ന് തന്നെ കുറേ പേജുകളിൽ അത് വൻ ഹിറ്റായി മാറിയത്. 1 മില്യനൊക്കെ കടന്ന ഇതുണ്ട് അതിന് ഓരോ പേജുകളിൽ. അപ്പോൾ അത് വല്ലാതെ തന്നെ അഭിനയത്തിൻ്റെ ഇത്. പക്ഷേ അത് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ അനുഭവിച്ച വേദനകളും യാതനകളൊക്കെ തന്നെയാണ് അതിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ളത്. എൻ്റെ നാട് ഒറ്റപ്പാലാണ്. നമ്മുടെ ദേവാസുരമൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത പരിയാനമറ്റ ക്ഷേത്രം പറയും. ദേവാസുരം പറയണമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാം. അവിടെ നിരവധി ഷൂട്ടുകൾ നടന്നിട്ടുള്ള പരിയാനമറ്റ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒറ്റപ്പാലം. വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്. എല്ലാം ചെറുപ്പം മുതൽ അവിടെ തന്നെയാണ് വളർന്നു വന്നതും. ആ നാടിൻ്റെ സഹകരണം കൊണ്ടാണ് കലാകാരനായിട്ട് കുറേ കാലം എനിക്കൊരു സ്വന്തമായിട്ട് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. കേളി തിയേറ്റേഴ്സ് ചെറുപ്പശ്ശേരി പറഞ്ഞ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ നാടക ട്രൂപ്പ് കൂടെയാണ് ഞാൻ വളർന്നു വന്നത്. അതിനുശേഷം ആൽബങ്ങൾ ചെയ്തു, പിന്നെ ടെലിഫിലിമുകൾ ചെയ്തു. അങ്ങനെ യാത്ര ഇപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ജോലിയുടെ ഇടയിലും ഞാൻ കിർലോസ്കറിൻ്റെ ഇതിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ജോലി സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് എല്ലാം ഉപേക്ഷിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചു ഈ സമയം വരെ. ഇല്ല, ആദ്യത്തെ സിനിമയാണ്. സിനിമ എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. വലിയൊരു ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ മുമ്പിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി എങ്ങനെ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയം എന്നുള്ളത് വലിയൊരു മോഹമാണ്. അത് പിന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. അഭിനയം എന്നുള്ളത് അത് യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇങ്ങനെ സിനിമകളിലേക്ക് നമ്മൾ ആഗ്രഹിച്ചൊരു മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ കണ്ടിട്ട് എന്നുള്ളതാണ്. നമ്മളതിനെക്കുറിച്ച് വിലയിരുത്താൻ നമുക്ക് സ്വയം കഴിയില്ല. പരമാവധി നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നായകവേഷം കൂടി ആയതുകൊണ്ട് നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. പ്രേക്ഷകരോട് നമ്മളൊക്കെ പുതിയ ആളുകളാണ്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഇടയിലേക്കാണ് നമ്മളൊരു ചെറിയ സിനിമയിൽ കൂടെ നമ്മൾ വരുന്നത്. എന്നെപ്പോലെ ഞാൻ മാത്രമല്ല,
കുറേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയും കൂടുതൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയൊരു സിനിമ വേറെ ഉണ്ടാവില്ല. കാരണം പലർക്കും ഇത് ബിസിനസ് ആകുമ്പോൾ ധൈര്യം ഉണ്ടാവില്ല. പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഹുസൈൻ അറവണി എന്നുള്ള സംവിധായകനും നിർമ്മാതാവും അതിനൊരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. ആ ധൈര്യം ഞങ്ങൾക്ക് പ്രേക്ഷകരിലാണ്. കാരണം ഇതിൻ്റെ കഥയാണെങ്കിലും അതുപോലെ എല്ലാം, ഇതിൻ്റെ ഗ്രാഫിക്സ്, ഇതിൻ്റെ CG, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട കാര്യങ്ങളൊക്കെ നല്ല കണ്ടൻറ്റുകളാണെങ്കിൽ അത് എത്ര ചെറിയ സിനിമയാണെങ്കിലും വിജയിച്ചു പോയിട്ടുള്ളൊരു ചരിത്രം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു കഥയാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അൻവർ സാദത്താണ് ഇതിൻ്റെ പാട്ട് പാടിയിട്ടുള്ളത്. അങ്ങനെ നല്ല പിന്നെ മാഫിയ ശശിയാണ് ഇതിൻ്റെ സംഘടന. ഒരു വിഘ്നേഷ് പറഞ്ഞ ഒരാളും മാഫിയ ശശിയാണ് ഇതിൻ്റെ സംഘടനം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ എല്ലാ പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി എന്തായാലും പ്രേക്ഷകർ ഞങ്ങളെപ്പോലുള്ള ആളുകളെ കണ്ട് വിലയിരുത്തുക, അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക, പോരായ്മകൾ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും നല്ല ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആളുകളുടെ അടുത്ത് നിന്ന്. ഏതായാലും 2024 തുടക്കം ഒരുപാട് സന്തോഷവും മനസ്സിന് ഒരുപാട് എന്താ പറയുക, ഒരു വളരെ പ്രതീക്ഷയോടുള്ള ഒരു ദിനമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. സിനിമയിൽ വളരെ ചെറുപ്പം മുതലേ എന്നെ നാട്ടിലെല്ലാവരും സിനിമാ ഭ്രാന്തൻ എന്നൊക്കെയാണ്. നമ്മളെന്ത് സംസാരിച്ചാലും അവസാനം ഞാൻ കൊണ്ടെത്തിക്കുന്ന സിനിമയിലാണ്. അപ്പം അങ്ങനെ നാട്ടിൽ എവിടെ സഹകരിച്ചാലും അങ്ങനെ. പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്കൊരു ഉറവിടം ഇല്ലാമായിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും. അങ്ങനെ ഞാൻ കുറേ നാൾ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി നിന്ന് അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാനങ്ങനെ പ്രളയം 2018 ഫസ്റ്റ് അതിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൽ പോയ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞാൻ കോർഡിനേറ്ററായി. അങ്ങനെ ഞാൻ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറച്ച് പേരെ കൊടുത്തത് ഞാനാണ്. അങ്ങനെ അതിൽ നിന്നു. അവിടെ വെച്ച് ഞാൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, മണി വേലായുധൻ എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളി ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ ഈ കള്ളന്മാരുടെ വീടിൻ്റെ ഡയറക്ടർ അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അതിലേക്ക് ആർട്ട് ഡയറക്ടറായിട്ട് അസോസിയേറ്റായിട്ട് പാലക്കാട് കൊണ്ടുവന്നു. പക്ഷേ ആ സബ്ജക്റ്റ് മുടങ്ങിപ്പോയി. അതിൻ്റെ ആർട്ട് ഒരുപാട് പൈസയൊക്കെ മുടക്കി നമ്മൾ വലിയ കുറേ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. പക്ഷേ ആ പടം എടുക്കാൻ പറ്റിയില്ല. കുറേ എന്തൊക്കെയോ പ്രശ്നങ്ങളായി, അത് മുടങ്ങി. പിന്നെ അത് കഴിഞ്ഞാണ് ഈ ഡയറക്ടർ കള്ളന്മാരുടെ വീടെന്ന് പറഞ്ഞിട്ട് ഒരു പടം തുടങ്ങിയത്. അപ്പം ഞാൻ ആർട്ടിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നത്. അപ്പം കഥയൊക്കെ കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് ഷൂട്ട് തുടങ്ങുന്നത് 2 ദിവസം മുമ്പാണ് പറയുന്നത്, നീ അതിലൊരു വേഷമുണ്ട്, അത് നിൻ്റെ ഫിഗർ വെച്ചിട്ട് ഒരു പക്ഷെ ചെയ്യാൻ കഴിയും, അപ്പോൾ അത് നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു, ഇതെങ്ങനെ ചെയ്യും. അപ്പം അസോസിയേറ്റ് ഡയറക്ടറോടിനൊക്കെ ഞാൻ ചോദിച്ചു, ചീഫിനോടൊക്കെ ചോദിച്ചു, സാറേ ഇതെങ്ങനെയാണ്. അപ്പം കഥാപാത്രമായിട്ട് മാറണം, സ്വാഭാവികം. അതപ്പോൾ എങ്ങനെ മാറും എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ നമ്മളെ ഒരുപാട് അലട്ടി. പിന്നെ പലരോടും നമ്മൾ ഓരോ സീൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാരണം ഒരു സിനിമ മോശമാകാൻ പാടില്ലല്ലോ. ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിലുണ്ട്, എങ്കിൽ പോലും നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടേണ്ടത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദൈവം സഹായിച്ച് കുഴപ്പമില്ലയെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഈ സിനിമ 2024 കുട്ടികളടക്കം ചിരിക്കാൻ വേണ്ടി, വലിയ സംഭവങ്ങൾ, വലിയ ആക്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കുറച്ച് നേരം മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പം കള്ളന്മാരുടെ വീട് എന്ന ഈ ഒരു സിനിമ എന്തുകൊണ്ടും പ്രേക്ഷകർക്കും കുട്ടികളടക്കം വന്ന് കാണാൻ പറ്റുന്നതും കുറച്ച് നേരം ചിരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ്. പേരിനൊരു പ്രത്യേകത. പല ആൾക്കാരും പറഞ്ഞു ഈ കള്ളന്മാരുടെ വീടെന്ന് ഇടാൻ എന്താ മൊത്തം മോഷണമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണോ. സിനിമാ ഭ്രാന്തന്മാരായിട്ട് വന്നിട്ട് പിന്നെ അതിൽ വന്ന് പിന്നീട് കള്ളന്മാരാകുന്ന ഒരു സാഹചര്യമാവുകയാണ്. ലൊക്കേഷൻ അനുഭവം വളരെ രസകരമായി. 10-25 ദിവസത്തോളം എല്ലാവരുമായിട്ട് ഒന്നിച്ച്. സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിൽ ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ഇത് ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റൂമിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇത് ഞങ്ങളൊരു 3-4 വീടെടുത്തിട്ട് കുറച്ച് ആൾക്കാർ, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയാലും ക്യാമറമാരായിരിക്കും അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഞങ്ങൾ ഒന്നിച്ചൊരു വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ എല്ലാവരുമായിട്ടും ഒരു ഭയങ്കര സൗഹൃദമായി പോയി.
നമ്മൾ വൈകിട്ട് ഷൂട്ട് കഴിഞ്ഞാലും വൈകുന്നേരം കുളി കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് കാണുന്നു, നാളെ രാവിലത്തെ ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെയാണ് ഏത് രീതിയിലാണ് കോസ്റ്റ്യൂം പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് നമുക്കൊരു ഭയമില്ലായിരുന്നു. മറ്റേതെല്ലാവരും വൈകിട്ട് ഷൂട്ട് കഴിയുമ്പോൾ റൂമിൽ പോകുന്നു, പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരു ഭയമാണ്, ഇനി എന്തുവാണോ. അപ്പോൾ നമുക്ക് ക്യാമറാമാനും എല്ലാവരുമായിട്ടൊരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് അസോസിയേറ്റ് ഡയറക്ടറും ചീഫും എല്ലാം അടുത്തായതുകൊണ്ട് നമുക്ക് പേടി കൂടാതെ ചെന്ന് സാറേ നാളത്തെ എന്താണ് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ നമുക്കൊരു ഭയമില്ലാതെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. സിനിമയല്ലാതെ ഞാൻ ഇതിനു മുമ്പ് ഒരു അയ്യപ്പ ഭക്തിഗാനം, എൻ്റെ ശബരിമല പത്തനംതിട്ടയ്ക്ക് അടുത്താണ്. അപ്പോൾ ഞാൻ ഏകദേശം 20ാമത്തെ വയസ്സിൽ ഒരു അയ്യപ്പ ഭക്തിഗാനം പാട്ടുകളൊക്കെ എഴുതി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും അന്നും ഈ സിനിമയോടുള്ള ഭ്രാന്ത് കാരണം നടക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അങ്ങനൊരു സാധനം ചെയ്തതാണ്. ഏകദേശം ഒരു 8 പാട്ടോളം കവർ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞാൻ ഒരെണ്ണം ചെയ്യണം എന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു. പക്ഷേ ഈ പടമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ടാണ്. വേറെ എഴുത്തായിട്ട് ഭക്തിയല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ കഥകളും അത്തരത്തിലൊക്കെ എഴുതും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതലും സിനിമയാണ്. നമ്മളെവിടെ പോയാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും സിനിമയാണ്. ഒരു സിനിമ തന്നെ കൊച്ചിലേക്ക് ഒരു സിനിമ തന്നെ 1-ലധികം തവണകൾ കാണുക എന്നൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയുടെ അന്ന് നമ്മൾ ജോലിക്ക് പൈസയൊന്നുമില്ല, അന്ന് അമ്മയുടെ പൈസ പേഴ്സിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ ആ കണ്ട സിനിമ തന്നെ പിന്നീട് കാണുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭ്രാന്തതരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2024 ആയപ്പോൾ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരു 1.5 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ കിടന്ന് പ്രയത്നിക്കുന്നു. അപ്പോൾ എന്തായാലും സിനിമ 5ാം തീയതി റിലീസ് ആവുന്നതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. പിന്നെ എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. എല്ലാവരും സിനിമ കാണുക, സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ ഫസ്റ്റ് പടമല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് തെറ്റുകുറ്റം എന്നുള്ളത് ചൂണ്ടിക്കാട്ടി പറയുക. അപ്പോൾ നമുക്ക് അടുത്തതിൽ എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ കാണണം. കള്ളന്മാരുടെ വീട് എന്ന് പറയുന്ന ഈ സിനിമയെ വിജയിപ്പിക്കണം. മറ്റുള്ള സിനിമകളൊക്കെ വിജയിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം.